ഇന്നത്തെ ഈ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാനിങ്ങനെ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യണം. സോ സ്പീഡായിട്ട് പോകാം. ഓക്കെ, സോ എൻ്റെ ഡ്രസ്സ് ഇതാണ്. ഒരു ഹുഡി, അതായത് H&M വാങ്ങിച്ചാണ്. ഇവിടെ മലേഷ്യ പോയ ടൈം. ഇതവിടെ വയ്ക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിയാറായെന്നൊരു വിളിച്ചു പറഞ്ഞായിരുന്നു. അപ്പോൾ സ്പീഡിലൊന്നും പോകണം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ലൈക്ക് എന്താ ഫേസ് ബേസ് ബോബി ബ്രൗണിൻ്റെ. ഞാൻ സിമ്പിളായിട്ട് റെഡിയാവുമെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട്. അടുത്തത് എൻ്റെ ഫൗണ്ടേഷനാണ്. കുറച്ച് മാത്രം ഇടാം. പക്ഷെ എൻ്റെ ഫൗണ്ടേഷൻ ഞാൻ കുറച്ചെന്ന് പറഞ്ഞിട്ട് കുറച്ചധികം ആയി. ഇത്രയും മതി. എനിക്ക് ഫൗണ്ടേഷൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇത് ഫേസിൽ ഇട്ടാൽ അറിയാൻ കൂടിയില്ല. മുടിയെല്ലാം കൂടി മുട്ടാവും. നോർമലി ഈ കെട്ടി വെച്ചിട്ട് ഒരുങ്ങുന്നതാണ് എനിക്കിഷ്ടം. അല്ലെങ്കിൽ ശരിയാവത്തില്ല, അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ല, അതിട്ടാൽ അറിയാൻ പറ്റത്തില്ല. എൻ്റെ കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു. ഞാനന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ മേക്കപ്പിൻ്റെ. അതിന് ശേഷമുള്ള എൻ്റെ ഭയങ്കര കുറേ നാളത്തെ ഒരു ആഗ്രഹമായത് എൻ്റെ കറക്റ്റ് എൻ്റെ സ്കിൻ ടോണിന് മാച്ച് ആകുന്ന ഒരു ഫൗണ്ടേഷൻ എനിക്ക് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നത്. സത്യത്തിൽ സാധിച്ചു. അറിയാൻ പറ്റുന്നുണ്ടോ ഞാനിപ്പോൾ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടെന്ന്? ഞാൻ എങ്ങനെയാണ് വന്നിരുന്നത്? സെയിം ആയിട്ടില്ലേ? പക്ഷെ ചെറിയൊരു കവർ തന്നിട്ടുണ്ട് അല്ലേ? ഫൗണ്ടേഷനൊക്കെ ഇട്ടു, നല്ല ബ്യൂട്ടിഫുള്ളായി. എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഞാൻ അന്ന് മേക്കപ്പ് ചെയ്ത സമയത്ത് തന്നെ ഞാൻ വേറൊരു ഷെയ്ഡാണ് ഞാൻ ഉപയോഗിച്ചത്. കുറേ പേര് എന്നെ വഴക്കൊന്നും പറഞ്ഞില്ല, പക്ഷെ ഷെയ്ഡ് മാറ്റണമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഞാനിത് വാങ്ങിച്ചത് മലേഷ്യ പോയ സമയത്താണ്. സെഫോറയിൽ പോയായിരുന്നു. സെഫോറയിൽ പോയപ്പോഴും ഒരുപാട് ബ്യൂട്ടി ബ്രാൻഡ്സ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. എനിക്ക് സെഫോറയിൽ നിന്ന് എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. ഞാനൊരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഫൗണ്ടേഷൻ എന്നുള്ളൊരു അത് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. കാരണം എനിക്ക് അത് കിട്ടുമോ, അത് കിട്ടത്തില്ലേ ഷെയ്ഡ്? ഇനി ഞാനത് അന്വേഷിച്ച് പോകണം. ഞാൻ അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തിച്ചു. അപ്പോൾ അമൃത ഫൗണ്ടേഷനും സെറ്റിംഗ് പൗഡറൊക്കെ വാങ്ങിച്ച സമയത്ത് ജസ്റ്റ് ഞാൻ അവിടെ നിന്നപ്പോൾ അവിടെ ഒരു ലേഡി എന്നെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാ ഒരുപാട് ട്രയൽ ചെയ്തു. അങ്ങനെ ലാസ്റ്റ് ഈ ഒരു ഷെയ്ഡ് കൊണ്ടുവന്നിട്ട് ഒന്ന് ട്രയൽ ചെയ്തു. പക്ക ഓക്കെ. അവർ തന്നെ വാവ് സൂപ്പർ, ഇത് പെർഫെക്റ്റാണ്, ഇത് നിങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞു. ഒന്നും നോക്കില്ല. എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്കൊന്നും ഞാൻ മലേഷ്യയിൽ ഫസ്റ്റത്തെ ദിവസം ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ചെയ്യും ലാസ്റ്റ് ഒന്ന്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പ്രോപ്പർ മേക്കപ്പ് എന്ന് അറിയത്തില്ല. എനിക്കറിയാമെന്നുള്ളത് ഞാനത് ഒന്ന് ജസ്റ്റ് ഒന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ ഓക്കെയാണ് ഇതിൽ. അപ്പോൾ അടുത്തത് പറയാം. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു, ഞാനത് വാങ്ങി. പിന്നെ ഫുള്ള് മേക്കപ്പ് തന്നെയാണ്. എൻ്റെ റീൽസ്, പിന്നെ യൂട്യൂബ് ഷോർട്സ്, ഇതിലെല്ലാം ഞാൻ ഒരുപാട് മേക്കപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഈ ഫൗണ്ടേഷനാണ് ഉപയോഗിച്ചത്. പിന്നെ ഞാൻ വേറെയൊക്കെ വാങ്ങി. എപ്പോഴും സെയിം ഇത് കിട്ടത്തില്ലല്ലോ, വേറെ ബ്രാൻഡൊക്കെയാണ്. പക്ഷേ നല്ല ഭംഗിയുണ്ടല്ലോ. അടുത്തതിലേക്ക് പോകാം. ഫാസ്റ്റ് ആക്കാം. ബ്രേക്ക്ഫാസ്റ്റ് തീർന്നാൽ എല്ലാം കഴിഞ്ഞു ഗൈസ്. അപ്പോൾ അടുത്തത് സെറ്റിംഗ് പൗഡറാണ്. ബോബി ബ്രൗണിൻ്റെ പൗഡറാണ്. ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഒരു ഓയിലി എൻ്റെ ഫേസിൽ വരും. എനിക്കിത് ഇഷ്ടമല്ല. സോ പൗഡർ ഇടുന്ന സമയത്ത് ഫുള്ളായിട്ട് കൊണ്ടങ്ങ് മാറ്റാക്കും. അപ്പോൾ എനിക്കിഷ്ടം. വേറെ ഒന്നും കൊണ്ടില്ല. എനിക്ക് തിരിയുമ്പോൾ ഇവിടെയൊക്കെ ആവും. എനിക്കത് ഭയങ്കര അസ്വസ്ഥതയാണ്.
രാവിലെ എൻ്റെ ശബ്ദം എന്താ പോലെ ഉണ്ടല്ലേ? ഓക്കെ, ഞാൻ ഫസ്റ്റ് വന്നത് എങ്ങനെ അതുപോലെ തന്നെ ഉണ്ടല്ലേ, വീഡിയോയിൽ തുടക്കത്തിൽ വന്നത് ആ ലുക്ക് അതുപോലെ ഉണ്ട്. സോ അടുത്തായിട്ട് എലൈനർ. സോ ഇത് സെഫോറയിൽ നിന്ന് വാങ്ങിച്ചാൽ സെഫോറേൻ്റെ നല്ല എലൈനറാണ്. എന്തൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് 24 hours കിടക്കുകയും ചെയ്യും. 24 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പോകാനും പാടാണ്. ഞാൻ ഓയിൽ വെച്ച് മായ്ക്കും, അതുപോലെ തന്നെ ഫേസ് വാഷ് ഞാൻ 3-4 എണ്ണമൊക്കെ വെച്ച് ഇങ്ങനെ മായ്ക്കും. നല്ല ഐലൈനറാണ്. സത്യം പറഞ്ഞാൽ കുറച്ചുകൂടി ടൈം എടുത്തിട്ട് എനിക്ക് ഒരുങ്ങണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ഇനി ടൈം എടുത്താൽ ഫുഡ് കിട്ടില്ല. അയ്യോ, ഇവിടെ വരച്ചൊക്കെ മാറിപ്പോയി. നിങ്ങൾക്കിങ്ങനെ ഞാൻ ഈ വീഡിയോയിൽ ഇത് കാണിച്ചു തരാനായിട്ട് എടുക്കുമ്പോൾ ലുക്കൊക്കെ വേറെ രീതിയിലായിപ്പോവും. കുഴപ്പമില്ല, ഇത് മതി. എനിക്ക് നിങ്ങൾക്കിത് ഒന്ന് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. കുറേ പേര് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, വ്ളോഗൊക്കെ ഇടുന്ന സമയത്ത് ഗെറ്റ് റെഡി വിത്ത് മീ ഇടണം മറക്കരുത് എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ബ്ലഷ് ഉപയോഗിക്കാം. എൻ്റെ ബ്ലഷ് അവിടെ ഞാൻ ആദ്യം റെയർ ബ്യൂട്ടിയിൽ നിന്ന് ഒരു ബ്ലഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിന് ശേഷം ഇത് മലേഷ്യയിൽ നിന്ന് വാങ്ങിച്ചാൽ, ഇതൊക്കെ മലേഷ്യയിൽ നിന്ന് വാങ്ങിച്ചാൽ ഓൾ ഐറ്റംസ് എല്ലാം. അപ്പോൾ ബ്ലഷ് ഉപയോഗിക്കാം. ബ്ലഷ് കുറേ ആയി യൂസ് ചെയ്തിട്ട്. ഞാൻ ഒരു പൗഡർ പോലത്തെ ഒരു ബ്ലഷാണ് റീസെൻ്റ് ആയിട്ടുള്ള കുറേ ഗെറ്റ് റെഡി വിത്ത് മീൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കിന്ന് റെയർ ബ്യൂട്ടി ഉപയോഗിക്കാം. അയ്യോ, കുറച്ച് മുകളിലോട്ടായി, കുഴപ്പമില്ല. ഈ കളറ് എൻ്റെ സ്കിൻ ടോണിന് പക്ക മാച്ചാണ്. പിന്നെ ഇതും ഞാൻ സെലക്ട് ചെയ്തതല്ല, അവിടെ ട്രയൽ ചെയ്യാനായിട്ട് നിന്നപ്പോൾ അവിടെ നിന്നൊരു ആളെ എനിക്ക് സെലക്ട് ചെയ്ത് തന്നെ, ഇതാണ് നിങ്ങൾക്ക് കറക്റ്റ് എന്ന് പറഞ്ഞു. ഞാനിങ്ങനെയൊക്കെ ഇടും കേട്ടോ. ഞാൻ പറഞ്ഞില്ല, അതെല്ലാം ഇട്ടാലും ഒന്നും അറിയാൻ പറ്റുന്നില്ല. കുറേ നാൾ ഈ ബ്ലഷ് ഞാൻ എടുത്ത, ഐ തിങ്ക് ഒരു 1 month. ഇനി അടുത്തായിട്ട് എന്താണ്? അടുത്തതായിട്ട് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ് ഗ്ലോസ്. അതും റെയർ ബ്യൂട്ടീൻ്റെ ആണ്. സോ ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കാര്യം എൻ്റെ സ്മെല്ല് അടിപൊളിയാണ്. അപ്പം ഇതങ്ങ് ഉപയോഗിക്കാം. ഇപ്പോൾ ഇടുമ്പോൾ ഒരു രസം കാണത്തില്ല, ഇട്ട് കഴിഞ്ഞ് ഒരു മിനിറ്റ് കഴിയുമ്പോൾ അടിപൊളിയാണ്. കാണിച്ചു തരാം ഞാനതിൻ്റെ എങ്ങനെയാണെന്നുള്ള. ഞാനത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീൽ ഇത് കാണിച്ചിട്ടുണ്ട്. എൻ്റെ പൊട്ടിപ്പോയി നല്ല ചുണ്ടെല്ലാം. സോ അതെല്ലാം സെറ്റാവും. കാണിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ലൈക്ക് ഈ ഒരു ലുക്ക് തന്നെ കവർ ചെയ്യുന്നത് ഈ ഒരു ലിപ് ഗ്ലോസിലാണ്. വർത്ത്ഫുൾ എന്ന് പറയുമ്പോൾ ഞാൻ 100ൽ കൂടുതൽ കൊടുക്കും. സംഭവം അടിപൊളിയാണ്. അപ്പം എൻ്റെ ഒരുക്കമൊക്കെ കഴിഞ്ഞു, ഞാൻ ജസ്റ്റ് ഒന്ന് ഹെയർ ഒന്ന് സെറ്റ് ചെയ്താൽ എൻ്റെ ഹെയർ എന്തോ പോലെ ആക്കി. പക്ഷെ ഞാൻ സെറ്റ് ചെയ്യും. ഹെയർ കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെയാണ്. ഇനിയാണ് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യേണ്ടത്. ഹെയർ എന്താ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ഹെയർ ആയിട്ട് ഇടുക. എനിക്കതാണ് കൂടുതൽ ഇഷ്ടമുള്ളത്. വെളിപ്പൊടി കാണിച്ചു തരാം, അപ്പോഴേ നിങ്ങൾക്ക് എന്തായി എന്നെല്ലാം അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഗായ്സ്, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? സോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. എനിക്ക് നല്ല ഇഷ്ടമായി, കാരണം എൻ്റെ ഫൗണ്ടേഷൻ എനിക്ക് എപ്പോൾ സെറ്റായി. അതിനുശേഷം ഞാൻ ഒരുങ്ങാനായിട്ട് ഭയങ്കര
ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഒരുങ്ങാനായിട്ട്. ലൈക്ക് എന്ത് പറയാനാ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പറഞ്ഞില്ലേ, ആ ബ്ലഷ് ഞാൻ ഇട്ടത് അറിയാൻ പറ്റത്തില്ല. ലിപ്പിന് പക്ക പെർഫെക്റ്റാണ് ഈ ഒരു റെയർ ബ്യൂട്ടീൻ്റെ. സോ എൻ്റെ ഈ മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്താണ് എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, സോ ഗായ്സ്, അപ്പോൾ എന്താ പറയുക, ബൈ.